ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഐക്കൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാറ്. സാറിന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻസ്, അങ്ങേയറ്റം ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ഫൈനൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏകണ്ട ക്ലാസ്സുകൾ കാണുന്നുണ്ട്, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചെയ്യണം. ഓക്കെ, എല്ലാ സബ്ജക്റ്റിനും ലൈവുകളൊക്കെ നമ്മൾ പക്ക കൊടുക്കുന്നുണ്ട്. അതുപോലെ ആദ്യമായിട്ട് ആ ചാനലിലേക്ക് വരുന്ന നേരെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കാൻ പാടില്ല. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 8ൽ നിന്ന് 9ലേക്ക് ജമ്പ് ചെയ്യാൻ പോകാൻ, നിങ്ങൾ 9ലേക്ക് കയറാൻ പോകാം. സാധാരണ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പോകുമ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ കൂട്ടുകാരുണ്ടായിരിക്കും കൂടെ, എല്ലാവരും ഉണ്ടായിരിക്കും. ബെഞ്ചും ഡെസ്കും മാത്രമേ മാറുന്നുള്ളൂ. ടീച്ചറും ചിലപ്പോൾ മാറിയെന്നൊരു വേറെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഹാപ്പിയാണ്. പക്ഷേ 8ൽ നിന്ന് 9ലേക്ക് മാറുമ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമുണ്ട്. അതേപോലത്തെ ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. 7ൽ നിന്ന് 8ലേക്ക് കയറിയപ്പോൾ നിങ്ങൾക്കറിയാം, ഗ്രേഡിംഗ് സിസ്റ്റം മാറിയിട്ട് മാർക്കിലേക്ക് വന്നു. എ ഗ്രേഡ് എന്ന് മാറി A+ ആയിട്ട് മാറി. മാർക്ക് 40ലും അതുപോലെ 20ലൊക്കെ മാർക്കൊക്കെ വന്നു. അങ്ങനത്തെ ഒരുപാട് കേസുകളൊക്കെ വന്നു. സയൻസൊക്കെ സ്പ്ലിറ്റായി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള രീതിയിലേക്ക് മാറി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കണ്ടു. ഇനി 8ൽ നിന്ന് 9ലേക്ക് ചാടുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്? മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ മാറ്റമാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, PCB. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റുകൾ ഇനി സെപ്പറേറ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും, സെപ്പറേറ്റ് പരീക്ഷയായിരിക്കും. ഇവർ സെപ്പറേറ്റ് ആവാൻ പോവാണ്. ഇതുവരെ നിങ്ങൾക്ക് 20 മാർക്കിൻ്റെ എക്സാം പോലെ വന്ന് 60 മാർക്ക് ടോട്ടലായിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് ഉണ്ടായത്. ഒറ്റ പരീക്ഷ, ഒരു ദിവസം തന്നെ 3 പരീക്ഷ. അത് മാറിയിട്ട് ഫിസിക്സ് 40 മാർക്കിലേക്ക് ചാടി, കെമിസ്ട്രി 40 മാർക്കിലേക്ക്, ബയോളജി 40 മാർക്കിലേക്ക്. ഓക്കെ, അതേപോലെ 40 മാർക്കിൻ്റെ മറ്റ് പരീക്ഷകളാണ് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡ്, അതുപോലെ ഹിന്ദി. ഇവയെല്ലാം 40 മാർക്കിലാണ് ഇനി പരീക്ഷയുള്ളത്. 40 മാർക്കിൽ ഹൈവ അത്ര എഴുതാനുണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇതാണ് ആദ്യത്തെ മാറ്റം. മലയാളം, അതുപോലെ ഹിന്ദി, മലയാളം ഫസ്റ്റ് ഇല്ലാത്തതിൽ നമ്മൾ പറയില്ല, അറബിക്ക് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും എങ്ങനെ പറയാം, 1ാം ഭാഷ 2ാം ഭാഷ, അതെല്ലാം 40 മാർക്കിലേക്ക് മാറി. ഇനി അത്രയും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, മാത്സ് അഥവാ നമ്മുടെ കണക്ക്. ഓക്കെ, കണക്ക് ഇനി 80 മാർക്കിലാണ്. ദൈവമേ, 40 താങ്ങാൻ പറ്റുന്നില്ല. 80ആയി. ഇംഗ്ലീഷ് ഇനി മുതൽ 80 മാർക്കിലാണ്. 9ാം ക്ലാസ്സിലെത്തിയിൽ 80 മാർക്ക്. നിങ്ങൾ മുതിർന്നു, 80ആയി. ഇനി അടുത്തതാണ് പണി, നമ്മുടെ സോഷ്യൽ സയൻസ് SS. നിങ്ങൾക്ക് ഈ വർഷം 18 ചാപ്റ്റേഴ്സ് ഉണ്ട്. SS 2ആയിട്ട് പിരിഞ്ഞു. SS1ഉം SS2ഉമായിട്ട് പിരിഞ്ഞു. ഫസൽ സാറും മത്സൽ സാറും പിരിഞ്ഞു. എങ്ങനെ? ഇതുവരെ നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ തമ്മിൽ അടിയായിരിക്കും. മൂപ്പര് SS1 എടുക്കും, ഞാൻ SS2 എടുക്കും. അടി. ഓക്കെ, അപ്പോൾ ഇതിൽ 40 മാർക്ക്, ടോട്ടൽ 80 മാർക്ക്. ഇതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, മാർക്ക് വൈസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റിലേക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് 3 സബ്ജക്റ്റുകൾ 80ലേക്ക് മാറി. മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പിരിഞ്ഞു. ഇങ്ങോട്ട് അവരെത്ര 40 120 മാർക്കിലേക്ക് മാറി, സെപ്പറേറ്റ് പരീക്ഷയായിട്ട്. മലയാളം സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി എല്ലാം 40 മാർക്കിന്. പിന്നെ ഇവിടെ IT കുട്ടപ്പൻ അവിടെ ഉണ്ട്. IT ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇതാണ് നമ്മുടെ 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ. ഇതിനനുസരിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ സാർ കുഴപ്പമൊന്നുമില്ല, 10 അല്ലല്ലോ, നോ പ്രോബ്ലം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9 = 10. സാർ എന്താണത് എഴുതിയത്? 9 = 10. ഒരിക്കലും ശരിയാവില്ലല്ലോ. ശരിയാവും സാറേ, ശരിയാവും. എപ്പെന്നറിയോ? ഈ 9ാം ക്ലാസ്സിലെ അതേ പാറ്റേൺ ആണ്, അതേപോലെയാണ് 10th ഉള്ളത്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, മാർക്കിംഗ് പാറ്റേൺ, അതേ സിസ്റ്റമാണ് 10th ചുരുക്കി പറഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ ഒരു ട്രയൽ റണ്ണാണ്, മോഡലാണ് 9th 9ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന പല കാര്യങ്ങളുടെയും അഡ്വാൻസ്ഡ് എല്ലാം, പ്രത്യേകിച്ച് മാത്സിൻ്റെ അഡ്വാൻസ്ഡ് ഉള്ളത് SLCയിലാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, 9ൽ ഉഴപ്പിക്കഴിഞ്ഞാൽ 10 ഗോപിയാവും, പണി പാളും. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഒരിക്കലും തന്നെ നമ്മൾ ഉഴപ്പാൻ പാടില്ല.
ലേസി ആവരുത്, മടി ഉണ്ടാവരുത്. ഇത്രയും മാറ്റങ്ങൾ 8ൽ നിന്ന് 9ലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനോട് 8ാം ക്ലാസ് തന്നെ തുടങ്ങേണ്ടതുണ്ട്. 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങാൻ മീൻസ് എല്ലാ ദിവസവും ലൈവുകൾ കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, ഇനി കുറച്ച് സീരിയസ് ആവണം, ഞങ്ങളും സീരിയസ് ആണ്. എല്ലാവരും നിങ്ങൾക്ക് വരുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ മാറും. ഇനി സ്ഥിരമായിട്ട് വരുന്ന ടീച്ചേഴ്സൊക്കെ കുറച്ചും കൂടെ നമ്മൾ പറയില്ലേ, ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കുറച്ചും കൂടെ മുതിർന്ന ടീച്ചേഴ്സൊക്കെ നിങ്ങളൊക്കെ ക്ലാസ്സിൽ കാണാൻ വേണ്ടി ഏകങ്ങളിൽ വരും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സബ്ജക്റ്റിൻ്റെ ലെവൽ മാറിയില്ലേ? 40 മാർക്കിൻ്റെ എക്സാമൊക്കെ 80 മാർക്കിലേക്ക് മാറി, 20ൻ്റെയൊക്കെ 40ലേക്ക് മാറി. അപ്പം ഡെപ്ത് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സായിരിക്കും നിങ്ങൾക്ക് വരിക. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് എല്ലാ സബ്ജക്റ്റും പൊളിച്ചെടുക്കണം. ഇനിയുള്ള എക്സാമും തകർക്കണം. എല്ലാം ഏകനോടൊപ്പം. ഏകൻ്റെ ചാനലിൽ നേരെ ഇങ്ങോട്ട് വരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പ്രത്യേകം പറയണ്ടല്ലോ, കൂട്ടുകാരെയും കൂട്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി 7:30 ഇങ്ങോട്ട് പോരാം, ലൈവ് കണ്ട് അടിച്ചു പൊളിക്കാം. ഓക്കെ, ഇനിയും കാണാം. താങ്ക് യു, ബൈ, സി യു.